ശ്രീ സജീവൻ, ഇന്നലെ രാവിലെ മുതൽ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ കൊടുക്കുകയാണ്. അതിശക്തമായ വിമർശനങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് താഴെ ലക്ഷക്കണക്കിന് കമൻറ്റുകളാണ് ഓരോ ചാനലിൻ്റെയും വാർത്തയ്ക്ക് താഴെയായി വരുന്നത്. ഞാൻ ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് 2-3 പേർ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് ഈ വാർത്ത കാണുന്നത്. അപ്പോഴാണ് ഈ വാർത്തയെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത്. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വാർത്ത കാണുന്നു. അവസാനം വൈകിട്ടാവുമ്പോൾ ആ വാർത്ത തെറ്റാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പക്ഷേ അവർ വിജയിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ആസൂത്രിതമായ ഒരു വാർത്തയായി ഇതിനെ അവതരിപ്പിച്ച സുഹൃത്തുക്കൾ ആരായാലും അവരുടെ ലക്ഷ്യം ഈ വാർത്ത സത്യമായിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. സജീവൻ, അവർ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് എനിക്ക് അനുഭവത്തിൽ വന്നു. ഇന്നലെ ഈ വാർത്ത രാവിലെ വരുന്നു, വൈകുന്നേരം ആകുമ്പോഴേ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നു. ഇത്തരം തെറ്റായ വാർത്തകൾ കൊടുക്കരുത് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാവരും പല ആളുകളും പറയുകയും ചെയ്തു. എന്നിട്ടും ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് ഒരു സിറ്റി ബസ്സിൽ കയറിയിരുന്നു. 6-7 കിലോമീറ്റർ യാത്രക്കിടയിൽ അതിലുള്ള കുറച്ച് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ വാർത്ത സത്യമാണ് എന്ന നിലയിലാണ്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മറ്റും അതിഭീകരമായിട്ട് അപഹസിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും സംസാരിക്കുന്നത്. ഞാൻ അതിലിടപെട്ടില്ല, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇടപെട്ടിട്ട് അവരെ തർക്കിക്കുന്നതിൽ കാര്യമില്ലെന്ന് എനിക്ക് ബോധ്യം തോന്നി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു അനുഭവം അത് ഇപ്പോഴും ഈ വാർത്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് തയ്യാറാക്കി കൊടുത്ത ആളുകൾക്കൊക്കെ ഒരുപക്ഷെ നേരത്തെ അവർക്ക് അറിയാമായിരിക്കും തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത്. എന്തായാലും അത് അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത് ഇപ്പോഴും ശരിയായ വാർത്തയാണ്. വളരെ മോശമായ ഒരു കാരണം മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ചെലവഴിച്ച തുകയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റമാണ് സർക്കാരിനെ അപഹസിക്കുന്നത്. എന്തോ ഒരു നികൃഷ്ട വസ്തുവാണ് സംസ്ഥാന സർക്കാർ എന്ന രീതിയിലാണ് പലരുടെയും പ്രതികരണം. അത് ഒരിക്കൽ പോലെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച ഒരാള് പക്ഷെ അയാൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഇത് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് രാവിലെ ഒരു അരമണിക്കൂർ നേരത്തിനിടയിൽ ഉണ്ടായിട്ട് ഈ അനുഭവം എനിക്ക് തോന്നി ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളിൽ ഈ വാർത്ത കേട്ടിട്ടുള്ള ഈ വാർത്ത കണ്ടിട്ടുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് ശരിയാണ് എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇത് വലിയ ഭീകരമായ രൂപത്തിൽ പ്രചരിച്ചു. ഇതൊക്കെ ആളുകൾക്കിടയിലേക്ക് നിൽക്കുന്നുണ്ട്. ഇത് എക്കാലത്തും ഇത് എത്രമാത്രം തെറ്റാണ് എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും പിന്നീടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത്. സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 10-40 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന റിപ്പോർട്ടിങ്ങിൽ 10-28 വർഷത്തിലേറെ കാലം ഉണ്ടായിരുന്ന ഉള്ള നിലയ്ക്ക് എനിക്ക് നാണം തോന്നുകയാണ്. വലിയൊരു ഇങ്ങനെ വാർത്ത കൊടുക്കരുത് എന്ന് ആണ് നമ്മൾ പത്രപ്രവർത്തനം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഇത്തരം കോൺട്രവേഴ്സ്യൽ ആയിട്ട് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ബോധ്യമില്ലാത്ത ഒന്നാണെങ്കിൽ അതിന്റെ 2 വശവും കൊടുക്കണം. മറ്റൊരു എതിർഭാഗത്തോട് കാര്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് വസ്തുത മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യവുമില്ല, ഉത്തരവുമില്ല. കണ്ടതും കേട്ടോ അതേപടി കൊടുക്കുന്നു. അത്ഭുതം തോന്നുന്നത് ഒരാൾക്കൊക്കെ തെറ്റുപറ്റുന്ന പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന വാർത്തയുടെ വെറാസിറ്റി ചിലപ്പോ വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ പറ്റാതെ പോകുമ്പോഴോ തെറ്റായ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് പ്ലാൻ ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോഴൊക്കെ വരുന്ന അബദ്ധങ്ങളുണ്ട്. അത്തരം അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് ആ വാർത്ത തിരുത്തുക എന്ന് പറയുന്നത് പണ്ട് കാലത്തെയുള്ള ഒരു രീതിയായിരുന്നു. ചില പത്രങ്ങളൊക്കെ പണ്ട് കാലത്ത് ആഴ്ചയിൽ ഒരു കോളം ഇതിനായിട്ട് മാറ്റിവെച്ചിരുന്നു. ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞവര് അവർക്ക് പറ്റുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അതൊരു മാനുഷികമായിട്ട് രീതിയാണ്, കർത്തവ്യവും കടമയുമാണ്. അതൊന്നും ഇപ്പോ ഇല്ല. ഇന്നലെ ഇത് കൊടുത്ത പത്രങ്ങള് ഇന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ കൊടുത്ത ചാനലുകൾ വൈകുന്നേരത്തിലാകുമ്പോൾ ഞങ്ങൾ കൊടുത്തത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായ രൂപത്തിൽ കൊടുക്കില്ല വേണ്ടത്. ആ തെറ്റ് അവർ ഏറ്റു പറയുകയല്ല വേണ്ടത്. അതിന് പകരം അതൊന്നുമില്ല. അത്തരം കൊടുത്തത് അതേപടി നിന്നു. തെറ്റാണെങ്കിൽ ഞങ്ങൾ മിണ്ടുന്നില്ല എന്ന രീതിയിൽ
ഞങ്ങൾ ഒന്ന് പിന്നെ ഇനി തിരുത്താൻ ഭാവമില്ല ശ്രീ സജീവൻ, ഇന്നലെ രാത്രി വലിയ ഏതാണ്ട് പ്രശ്നം 4 മണിയോടുകൂടി തന്നെ സർക്കാരിന്റെ വിശദീകരണം വരുന്നു, മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നു, മന്ത്രിമാരടക്കമുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നു. എന്നിട്ട് രാത്രി 8 മണി ചർച്ചയിൽ പ്രമുഖ മാധ്യമങ്ങളുടെ അവതാരകർ പോലും ഇത് ഏതാണ്ട് പൂർണ്ണമായും ശരിയാണ് എന്ന് മട്ടിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെ ക്രൂശിക്കുകയാണ്. ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും എന്നുള്ള വിഷമസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പ്രതിനിധികൾ. ഈ നേരത്തെയൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു തെറ്റ് ഒരു പത്രത്തിൽ വന്നാൽ അത് വായിക്കുന്ന ആൾക്കാർ മാത്രമേ അത് കാണുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നൊരു തെറ്റ് ഇപ്പോൾ രാവിലെ ഒരു മാധ്യമത്തിൽ ആ വാർത്ത വരുന്നു, അതിനുശേഷം എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നു, അതിങ്ങനെ ഷെയർ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പിരിക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായ മറ്റൊരു പ്രചരണം നടത്തിയിരുന്നു. ഇതിലേക്ക് ഫണ്ട് കൊടുക്കരുത്, ഇത് അഴിമതിയാണ്, ഇത് ധൂർത്താണ് എന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. അതിനെയൊക്കെ പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. വലിയ തോതിൽ ജനങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അതിനുശേഷം വീണ്ടും കൃത്യമായ ഒരു ഇടവേളയിൽ ഈ ഒരു വാർത്ത പ്ലാൻ ചെയ്യുകയാണ്. ഈ വാർത്ത പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പൈസ കൊടുത്തവർക്ക് പോലും മനസ്സിലൊരു വിഷമം ഉണ്ടാകും. അയ്യോ, ഇത്രയും അഴിമതിയാണല്ലോ ഇതിനകത്ത് നടക്കുന്നത് എന്ന്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സജീവൻ, തീർച്ചയായിട്ടും ഇത് ആസൂത്രിതമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ അബദ്ധത്തിൽ ഒരു കാര്യം ഒരാൾക്ക് പറ്റിപ്പോയാൽ വേറെയുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്, ഒരേ ആവേശത്തോട് കൂടിയിട്ട്, ആവേശം എന്ന് പോലും പറഞ്ഞ അത്യാവേശത്തോട് കൂടിയിട്ടാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും, അങ്ങനെ പറയുന്ന ഘട്ടത്തിലെങ്കിലും തങ്ങൾ കൊടുത്തിട്ടുള്ള തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു കടമ ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അത് ചെയ്തില്ല മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ ഉള്ള ബാധ്യത അല്ല. ഇനിയിപ്പോ അവരെ വെരിഫൈ ചെയ്തിട്ട് മുഖ്യമന്ത്രി പറയുന്നൊക്കെ തെറ്റാണെന്ന് വെക്കാം, എന്നാൽ അവർക്ക് കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഇന്ന അബദ്ധങ്ങളാണുള്ളത്, ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ കൊടുത്താണ് ശരിയെന്നെങ്കിലും അവർ പറയണ്ടേ. അത് വാർത്ത കൊടുത്ത് ഒളിച്ചോടുന്ന രീതിയിലേക്കാണ് പോയത്, വളരെ കൃത്യമായ രൂപത്തിൽ. അതല്ലെങ്കിൽ സംഭവിച്ചൊരു തെറ്റ്, ആ തെറ്റ് ഏറ്റു പറയുക എന്ന് പറയുന്ന മാന്യത എല്ലാ ആളുകളും മാനുഷികമായിട്ട് രീതിയാണ്. നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് ഏറ്റു പറയുന്നതിലാണ് നമ്മുടെ മഹത്വം കിടക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് ഏറ്റുപെടുന്ന ഒരു വ്യക്തിയെ അല്ല അത് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇത് തങ്ങൾ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പോകുന്നു. പണ്ടൊക്കെ പത്രത്തിൽ ആ ദിവസം കഴിഞ്ഞാൽ പിന്നീട് അതോടുകൂടി ആ വാർത്തയ്ക്ക് പ്രാധാന്യമില്ലാതെയായിരിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കണം. ഈ കൺവെൻഷണൽ മീഡിയയിൽ വരുന്ന, വിഷ്വൽ മീഡിയയിൽ വരുന്ന ഇതേ കാര്യം തന്നെ അവര് തന്നെ പല കഷ്ടങ്ങളായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എക്കാലത്തും അവിടെ നിൽക്കും. കുറെ കഴിഞ്ഞിട്ട് ഈ തിരുത്തിയ കാര്യങ്ങൾ, തെറ്റാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ മറക്കുകയും LDF സർക്കാർ ഇക്കാലത്ത് ഇങ്ങനെ ഈ രീതിയിലാണ്, പിണറായി സർക്കാർ വളരെ ക്രൂരമായ രൂപത്തിൽ ഒരു ദുരന്തത്തെ അഴിമതിയിലേക്ക് കൊണ്ടുപോയി എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനുള്ള വഴിവെക്കും. അതൊക്കെ അത് ശരിയല്ല. തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ജനങ്ങളോട് ചെയ്യുന്ന പാതകമാണെന്നുള്ളൊരു കാര്യം നോക്കുന്നില്ല.